കത്തോലിക്ക കോൺഗ്രസ് 108ാം ജന്മവാർഷികവും സമുദായ ശാക്തീകരണ സമ്മേളനവും മഹാറാലിയും മാർച്ച് 14-ന് കണ്ണൂരിൽ സംഘടിപ്പിക്കും. തലശ്ശേരി അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മാർ ജോസഫ് പാംപ്ലാനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സാമുദായിക ശാക്തീകരണ വേദിയായി മാറ്റുന്നതിനോടൊപ്പം സമ്മേളനത്തിൽ സാമൂഹിക, രാഷ്ട്രീയ വിഷയങ്ങളിൽ സഭ നിലപാട് വ്യക്തമാക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. മാർച്ച് 13-ന് പതാക പ്രയാണത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 1,00,000 പേരെ അണിനിരത്തി മഹാറാലിയും സംഘടിപ്പിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഏകദേശം 44 രാജ്യങ്ങളിൽ വേരോട്ടമുള്ള ഒരു സമുദായ സംഘടനയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതൊരു അന്താരാഷ്ട്ര പ്രതിനിധി സമ്മേളനം എന്ന രീതിയിൽ കാണേണ്ടതാണ്. സിറോ മലബാർ സഭയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ സഭ ഇടപെടുന്നത് കത്തോലിക്ക കോൺഗ്രസ് എന്ന സാമുദായിക സംഘടനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പും മറ്റ് ബിഷപ്പുമാരും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റും നിർണായകമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇതാണ് പൊതുവെയുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ സമൂഹം മാത്രമല്ല, ഇവിടുത്തെ കർഷക സമൂഹം അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സർക്കാരുകൾക്ക് മുമ്പിലും പൊതുജനങ്ങൾക്ക് മുമ്പിലും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്.